ഹലോ ഗൈസ്, എവൺ മീറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതൊരു ഡെഡ് മീറ്ററാണ്. അപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പാർസൽ കൊടുത്തയച്ചത്. കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മീറ്റർ ഒന്ന് ഓണാക്കണം, പിന്നെ അതുപോലെ തന്നെ ബാക്ക് LED എല്ലാം മൊത്തം കളറായിട്ട് മോഡിഫൈ ചെയ്യണം എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇതാ കണക്ഷൻ കൊടുത്തിട്ട് ഓണാക്കുമ്പോൾ ഇത് ഓണാകുന്നില്ല. നമ്മൾ ബാക്ക് നമ്മൾ ഹാൻഡ് ടച്ച് ചെയ്യുമ്പോൾ അതാണ് ഡിജിറ്റായിട്ട് കാണുന്നുണ്ട്. ഗ്രൗണ്ട് കിട്ടുമ്പോൾ അതിന് ഡിജിറ്റായിട്ട് കാണുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ഓണാവാത്ത പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ശേഷം നമുക്ക് LED ബൾബെല്ലാം മാറ്റി ഇതിനെ ഡിസ്പ്ലേ എല്ലാം ബ്ലാക്ക് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേൻ്റെ പോളറൈസറെല്ലാം മാറ്റി അതെങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാം. കെമിക്കൽ ഇട്ടിട്ട് ഫുള്ള് ബാക്ക് സൈഡും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ഫുള്ള് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ആദ്യം. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പിൻ കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാത്തിലും കറക്റ്റായിട്ട് പവർ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പവർ ട്രാൻസിസ്റ്ററിൽ നമുക്ക് ഒരു സൈഡ് 5 വോൾട്ട് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സൈഡ് 12 വോൾട്ട് ഓക്കെയാണ്. ഇത് കണ്ടിന്യൂറ്റി കാണിക്കില്ല, അത് ഓക്കെ. അപ്പോൾ എല്ലാം ഇനി കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ 5 വോൾട്ട് 12 വോൾട്ട് ഓക്കെ ഡൺ. അപ്പോൾ എല്ലാത്തിലും പവർ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രശ്നം അതിൻ്റെ ക്രിസ്റ്റലാണ്. ആ ക്രിസ്റ്റലിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മീറ്റർ ഓൺ ആവേണ്ടുള്ളൂ. അപ്പോൾ ക്രിസ്റ്റലൊന്ന് നമുക്ക് അതൊന്ന് മാറ്റി നോക്കാം. ഇനി ആ ക്രിസ്റ്റൽ മാറ്റി നോക്കിയിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആവുമെന്നുള്ളത്. അപ്പോൾ അത് ക്രിസ്റ്റൽ കഴിച്ചെടുത്തിട്ടുണ്ട്, അതായത് സാധനം. അപ്പോൾ അതേപോലെ ഇനി പുതിയ ക്രിസ്റ്റൽ നമുക്ക് അതിൽ കളക്ഷൻ കൊടുക്കാം. ക്രിസ്റ്റൽ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം എല്ലാം കത്തുന്നുണ്ടോ എന്നുള്ളത്. അതിൻ്റെ ശേഷം നമുക്ക് LED മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്ക് മീറ്റർ റെഡി ആയിട്ടുണ്ട്, ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ എല്ലാ LED നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കി നോക്കാം. ഇനി എല്ലാ LED ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇതാ റെഡ്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച് 3 കളറ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ പോളറൈസർ സ്റ്റിക്കറും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്തിട്ട് സോൾഡർ ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ബോൺ ബോഡിയിലേക്ക് ഇത് ഡിസ്പ്ലേ ഇട്ട് ഒന്ന് എല്ലാം മൊത്തത്തിലൊന്ന് സോൾഡർ ചെയ്യാം. ഈ LED ലൈറ്റ് മാറ്റുന്നതും പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ സ്റ്റിക്കർ മാറ്റാൻ വീഡിയോ ചെയ്തിട്ടില്ല. എന്താ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഓക്കെ, ഡിസ്പ്ലേ ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം മീറ്റർ. യെസ് ഗൈസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി കറക്റ്റായിട്ട് ഞാൻ ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഓക്കെ. ഇപ്പം കണ്ടോ, ഇതിൻ്റെ ബേക്കിൽ വരുന്നത് വെച്ചാൽ വൈറ്റ്, ബ്ലൂ, റെഡ് പിന്നെ ഓറഞ്ച് 4 കളർ LED ആണ് ഇതിൻ്റെ ബേക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 കളർ മിക്സ് ആയിട്ടാണ് ഇതിങ്ങനെ ഫുൾ കളർഫുള്ളായിട്ട് നമുക്ക് ചെറിയ ചിലവും കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.